ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യയ്ക്ക് വിളമ്പാൻ പറ്റുന്ന നല്ലൊരു ഓലൻ തയ്യാറാക്കാമേ. എങ്ങനെ ഉണ്ടാക്കുന്നതിന് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാമേ. കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ ആരും മടിക്കരുത് കേട്ടോ. നമുക്ക് ഈ ഓലൻ തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. വൻപയർ വേവിക്കാനായിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പിന് അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളൂ, അരക്കപ്പ് തികച്ചെടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു 4 മുതൽ 5 വിസിൽ വരുന്നിടം വരെ സമയം വൻപയർ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 5 വിസിലായിട്ടുണ്ട്. വൻപയർ വെന്തോന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വെന്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു മൺചട്ടിയിലിട്ട് കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതെന്നാണെങ്കിൽ ഒരു 150 ഗ്രാമോളം വരുവേ കുമ്പളങ്ങ. തൊലിയൊക്കെ കളഞ്ഞ് കരി കട്ട് ചെയ്ത് അകത്തെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം എരിവ് നമുക്ക് ഈ ഓയിലിന് അങ്ങനെ ഒത്തിരി മുന്നോട്ട് നിൽക്കേണ്ട, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളത്തിന് പകരം തേങ്ങയുടെ 2 പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. ഇതിപ്പോൾ ഇതുപോലെ പാത്രത്തിൽ സെപ്പറേറ്റ് വേവിക്കണമെന്നില്ല. നമ്മൾ ആ കുക്കർ വൻപയർ വേവിച്ച അതേ കുക്കറിൽ വൻപയറിൻ്റെ കൂട്ടത്തിൽ വൻപയർ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിലിട്ട് കുമ്പളങ്ങ വേവിക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ ഒന്ന് 3/4% വേവായി കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള വൻപയറും തേങ്ങയുടെ 2 പാലോടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം 2 പാലോട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ചുകൂടെ ഉപ്പ് വേണം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ച് ഇതൊന്നുകൂടെ ഒരു 3-4 മിനിറ്റ് സമയം ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി ബാക്കി കുമ്പളങ്ങ ബാക്കി ഒരു വേവ് കൂടെ ഉണ്ട്, അതൊന്നുകൂടെ ഒന്ന് വെന്ത് കിടക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മുടെ തേങ്ങാപ്പാലും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം തേങ്ങയുടെ 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങാപ്പാൽ പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങയുടെ പൊടി പാൽപ്പൊടി മിക്സ് ചെയ്തെടുക്കുക. 1/4 പാലിന് വേണ്ടി. 2 പാലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ പൊടി മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക, തിളപ്പിക്കരുത്. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടപ്പ് വെച്ച് അടച്ച് നമുക്കൊരു 1/4 മണിക്കൂർ സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകും. നല്ലപോലെ കറി ഒന്ന് കുറുകി ആ തേങ്ങാപ്പാലെല്ലാം ഒന്ന് കുറുകിക്കിട്ട് ആ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഓലനിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 7-8 പേർക്ക് നമുക്ക് സദ്യയ്ക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.